തുടർച്ചയായ മൂന്നാം ദിവസമാണ് കാട്ടുകൊമ്പൻ പടയപ്പ മൂന്നാറിൽ കടകൾക്ക് നേരെ ആക്രമണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം മാട്ടുപ്പെട്ടി ഡാം പരിസരത്തെ ബോട്ടിംഗിന് സമീപം കടകൾ തകർത്ത ആന രാത്രിയോടെ പിൻവാങ്ങിയെങ്കിലും ഇന്ന് പുലർച്ചെയോടെ വീണ്ടും ജനവാസ മേഖലയിലെത്തി. അനധികൃതമായി സ്ഥാപിച്ച കടകളാണ് ആന തകർത്തത്. നിലവിൽ പടയപ്പ തെന്മല എസ്റ്റേറ്റിൽ തുടരുകയാണ്. ബഹളമുണ്ടാക്കിയും പടക്കം പൊട്ടിച്ചും ആനയെ വനത്തിലേക്ക് തുരത്താൻ നാട്ടുകാർ ശ്രമിക്കുന്നുണ്ട്. പടയപ്പയെ ഉൾക്കാട്ടിലേക്ക് അയക്കാൻ പ്രത്യേക സംഘം തീവ്രശ്രമം നടത്തുകയാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. പടയപ്പയെ ഉൾക്കാട്ടിലേക്ക് അയക്കാനുള്ള തീവ്രശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ പുതിയൊരു ടീമിനെ ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ആ ടീമിനെ ഇന്ന് കൊടുത്തിട്ടുണ്ട്. വളരെ കാര്യക്ഷമമായ പ്രവർത്തനമാണ് അവിടെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാർ മാട്ടുപ്പെട്ടി നെട്രിക്കുടിയിലും കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങി. നെട്രിക്കുടിയിലേക്കുള്ള വഴിയിൽ കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചു. അതേസമയം സർവകക്ഷി യോഗത്തിൽ വന്യജീവി ആക്രമണങ്ങൾ നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്നും പടയപ്പയെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെന്ന ആക്ഷേപവും നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. കാട്ടാന ആക്രമണം പതിവായതോടെ മൂന്നാറിലെ ടൂറിസം മേഖലയും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.